നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക ഉത്തരവുമായി കോടതി. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതുപോലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസിൽ ഒരു ഇടപെടൽ നടത്തുക അല്ലെങ്കിൽ അന്വേഷിക്കുക എന്നൊരു തരത്തിലേക്കൊരു ആവശ്യവുമായി മുന്നോട്ട് വന്നു. പക്ഷേ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അതിനെ എതിർക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ SITക്ക് കനത്ത തിരിച്ചടി നൽകി ED ഈ കേസെടുത്ത് അന്വേഷിക്കുക എന്നൊരു ഉത്തരവ് കൊല്ലം വിജിലൻസ് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. EDക്ക് മുഴുവൻ രേഖകളും നൽകാൻ കോടതി ഉത്തരവിട്ടു. ഈ രേഖകളൊക്കെ നൽകിയാൽ അത് അന്വേഷണത്തെ ബാധിക്കും. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണത്തെ വലിയ രീതിയിൽ ബാധിക്കുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ വാദിച്ചതാണ്. പക്ഷെങ്കിൽ പോലും EDക്ക് മുഴുവൻ രേഖകൾ നൽകാൻ കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. മാത്രമല്ല ED അറിയിച്ചിരുന്നു ഈ രേഖകൾ യാതൊരു രീതിയിലും പുറത്ത് അല്ലെങ്കിൽ അതിലെ വിവരങ്ങളൊന്നും പുറത്തു പോകില്ല എന്ന ഉറപ്പ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയിരുന്നു. എന്തായാലും EDക്ക് മുഴുവൻ രേഖകളും നൽകാൻ കോടതിയുടെ ഉത്തരവ്. റിമാൻഡ് റിപ്പോർട്ടും FIRും അടക്കമുള്ള രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറാനാണ് നീക്കം നൽകിയിരിക്കുന്നത്. കേസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറുന്നതിനുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ എതിർപ്പ് വിജിലൻസ് കോടതി തള്ളുകയായിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമാന്തര അന്വേഷണം നടത്തുന്നതിനെ SIT ചോദ്യം ചെയ്തിരുന്നു. അത്തരത്തിലൊരു ആവശ്യം അംഗീകരിക്കരുതെന്ന വാദം SIT ഉയർത്തിയിരുന്നു. പക്ഷേ ആ വാദമൊക്കെ തള്ളപ്പെട്ടിരിക്കുകയാണ്. കൊല്ലം വിജിലൻസ് കോടതിയാണ് നിർണായക വിധി പറഞ്ഞത്. EDയുടെ അപേക്ഷയിലാണ് ഇത്തരത്തിലൊരു വിധി പറച്ചിൽ. കള്ളപ്പണ ഇടപാട് അന്വേഷിക്കുന്നതിനാണ് FIRും റിമാൻഡ് റിപ്പോർട്ടും അടക്കമുള്ള രേഖകൾ ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ സമീപിച്ചത്. എന്നാൽ മുഴുവൻ രേഖകൾ കൈമാറുന്നതിൽ SIT എതിർപ്പ് അറിയിക്കുകയായിരുന്നു. ഇത് തള്ളിക്കൊണ്ടായിരുന്നു കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. കള്ളപ്പണ ഇടപാട് പരിശോധിക്കുന്നതിൽ എതിർപ്പില്ലെന്നും സമാന്തര അന്വേഷണം വേണ്ട എന്നുമായിരുന്നു SITയുടെ നിലപാട്. കൂടുതൽ പ്രതികളിലേക്ക് എത്തുന്നതിന് ഇത് തിരിച്ചടിയാകുമെന്നായിരുന്നു SITക്ക് വേണ്ടി വാദിച്ച പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയത്. കള്ളപ്പണ ഇടപാട് പരിശോധിക്കുന്നതിൽ എതിർപ്പില്ല, പക്ഷേ സമാന്തര അന്വേഷണം വേണ്ട, ഇതായിരുന്നു SITയുടെ നിലപാട്. കൂടുതൽ പ്രതികളിലേക്ക് എത്തുന്നതിന് ഇത് തിരിച്ചടിയാകുമെന്ന് SIT വാദിച്ചു. പക്ഷേ SITക്ക് വേണ്ടി പ്രോസിക്യൂഷൻ ഈ വാദങ്ങൾ മുന്നോട്ട് വെച്ചതാണ്. പക്ഷെ എന്തുകൊണ്ടോ SITക്ക് തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. SITയുടെ വാദങ്ങളൊന്നും വില പോയില്ല. രേഖകൾ നൽകുന്നത് എങ്ങനെയാണ് SITയുടെ അന്വേഷണത്തെ ബാധിക്കുന്നത്? ഇതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രധാനമായും ചോദിച്ചത്. ഹൈക്കോടതി അനുമതിയോടെയാണ് രേഖകൾ ആവശ്യപ്പെടുന്നതെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വാദം. അതേസമയം N വാസു, മുരാരി ബാബു എന്നിവരുടെ ജാമ്യാപേക്ഷ തള്ളി. ശബരിമല സ്വർണ്ണക്കവർച്ച കേസുകളിലെ പ്രതികളായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റാണ് N വാസു, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് മുരാരി ബാബു. ഇവരുടെ ജാമ്യാപേക്ഷയാണ് ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. ശ്രീകോവിലിന്റെ കട്ടിളപ്പാളിയിൽ പതിച്ചിരുന്ന സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളികളാണെന്ന് രേഖപ്പെടുത്തി അവ ഇളക്കി മാറ്റാൻ ശുപാർശ നൽകിയെന്നതാണ് N വാസുവിനെതിരായ കേസ്. സ്വർണ്ണപ്പാളികൾക്ക് പകരം ചെമ്പുപാളികൾ എന്ന് തെറ്റായി രേഖപ്പെടുത്തി കവർച്ചയ്ക്ക് കളമൊരുക്കിയെന്നാണ് മുരാരി ബാബുവിനെതിരായ കേസ്. എന്തായാലും അവർക്കും തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. സർക്കാരിനും കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കേണ്ടതില്ല എന്ന നിലപാടായിരുന്നു സർക്കാരും ദേവസ്വം ബോർഡും SITയും സ്വീകരിച്ചത്. അവർക്കും കനത്ത തിരിച്ചടിയായി ഇത് മാറിയിരിക്കുകയാണ്. സ്വർണ്ണക്കൊള്ള പുറത്തു വന്ന ദിവസങ്ങൾക്കകം തന്നെ കേസ് രേഖകളുടെ പകർപ്പ് കൈമാറാൻ ED സമീപിച്ചിരുന്നു. പക്ഷെ അനുകൂല നിലപാടായിരുന്നില്ല പോലീസ് സ്വീകരിച്ചത്. ഇതേ തുടർന്ന് ED ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഹൈക്കോടതിയിൽ സർക്കാർ ഇതിനെ എതിർക്കുകയും പ്രത്യേക അന്വേഷണ സംഘം മികച്ച രീതിയിലാണ് അന്വേഷണം നടത്തുന്നതെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. മാത്രമല്ല ഏതെങ്കിലും രീതിയിലുള്ള ഫെമാലംഘനം കണ്ടെത്തിയിട്ടില്ല എന്നതടക്കമുള്ള വാദം സർക്കാർ ഹൈക്കോടതി അറിയിച്ചു. ഈ സാഹചര്യത്തിലായിരുന്നു EDയോട് വിചാരണ കോടതിയെ സമീപിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് കോടതിയെ സമീപിച്ചതോടെയാണ് അനുകൂല വിധി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ഇടപെടലുകൾ നടന്നിട്ടുണ്ട് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആരോപണം. EDയുടെ കൊച്ചി സോണൽ ഓഫീസിൽ കേസ് രജിസ്റ്റർ ചെയ്തായിരിക്കും അന്വേഷണം നടത്തുക. വിജിലൻസ് കോടതി പ്രത്യേകം നിർദ്ദേശിച്ചിരിക്കുന്നത് റിപ്പോർട്ടുകളടക്കം എല്ലാ രേഖകളും അടിയന്തരമായി EDക്ക് കൈമാറണമെന്നാണ് കൊല്ലം വിജിലൻസ് കോടതിയുടെ ഉത്തരവ്. ഹൈക്കോടതിയായിരുന്നു ED ആദ്യം സമീപിച്ചത്. എന്നാൽ വിജിലൻസ് കോടതിയെ സമീപിക്കാൻ ഹൈക്കോടതിയാണ് നിർദ്ദേശം നൽകിയത്. നമുക്കറിയാവുന്ന പോലെ തന്നെ EDയും കൂടി വന്നാൽ, അതായത് കേന്ദ്ര ഏജൻസി കൂടി എത്തിയാൽ തീർച്ചയായിട്ടും ആ ഒരു അന്വേഷണം എങ്ങനെ പോകും, സർക്കാരിന് വലിയ രീതിയിലുള്ള തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. അന്വേഷണത്തെ തടയാൻ സർക്കാർ ശ്രമിച്ചു. പക്ഷേ ആ ശ്രമമെല്ലാം വിഫലമായി പോയിരിക്കുന്നു. കേസുകളുടെ FIR ഉൾപ്പെടെയുള്ള രേഖകളുടെ സർട്ടിഫൈഡ് പകർപ്പ് ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയ ഹർജിയിലാണ് അന്വേഷണത്തിന് തടയിടാനുള്ള സർക്കാരിന്റെ ശ്രമം. സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന അന്വേഷണത്തിന്റെ ഭാഗമായാണ്
എന്നാണ് ED ഈ രേഖകൾ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. തിരഞ്ഞെടുപ്പിനിടെ ED വരുന്നത് ഒഴിവാക്കാൻ രേഖകൾ കൈമാറുന്നതിന് സർക്കാർ സാവകാശം തേടിയിരുന്നു. ഹൈക്കോടതിയിലെ കേസിൽ ED എതിർത്തെങ്കിലും ഫലമുണ്ടായിരുന്നില്ല. ശബരിമലയിലേക്ക് ഒരു കാരണവശാലും ED വരരുതെന്നും അവർ ആവശ്യപ്പെടുന്ന രേഖകൾ കൈമാറരുതെന്നുമായിരുന്നു സർക്കാർ ആഗ്രഹിച്ചത്. പക്ഷേ ആഗ്രഹത്തിന് ഇപ്പോൾ വലിയ തിരിച്ചടിയേറ്റിരിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. FIR ഉൾപ്പെടെയുള്ള രേഖകളുടെ പകർപ്പ് ആവശ്യപ്പെട്ടുള്ള അപേക്ഷ റാന്നി മജിസ്ട്രേറ്റ് കോടതി തള്ളിയത് ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. ഇതേ തുടർന്നായിരുന്നു ED കൊല്ലം കോടതിയെ സമീപിച്ചത്. വിവരങ്ങൾ കൈമാറുന്നതിൽ കുഴപ്പമില്ലെന്നും ED ആവശ്യപ്പെടുന്ന പോലെ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ മാത്രമേ അന്വേഷണം പാടുള്ളൂ എന്നുമായിരുന്നു സർക്കാർ മുന്നോട്ട് വെച്ച വാദം. മാത്രമല്ല ED മറ്റു കുറ്റകൃത്യങ്ങൾ അന്വേഷണം നടത്തിയാൽ നിലവിലെ അന്വേഷണത്തെ ബാധിക്കുമെന്നും സർക്കാർ നിലപാടെടുത്തു. എന്നാൽ സ്വർണ്ണക്കൊള്ളയിലൂടെ തട്ടിയെടുത്ത പണത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിനാണ് രേഖകൾ ആവശ്യപ്പെടുന്നതെന്നായിരുന്നു EDയുടെ വാദം. കേസിന്റെ പ്രഥമ വിവര റിപ്പോർട്ട്, റിമാൻഡ് റിപ്പോർട്ടുകൾ, ഇതുവരെ അറസ്റ്റിലായവരുടെയും അതുപോലെ തന്നെ മറ്റുള്ളവരുടെയും മൊഴികൾ, പിടിച്ചെടുത്ത രേഖകൾ തുടങ്ങിയവയുടെ പകർപ്പ് എന്നിവയാണ് പ്രധാനമായും ആവശ്യപ്പെട്ടത്. രേഖകൾ കോടതി അനുവദിച്ചാൽ ED പ്രത്യേക കേസ് രജിസ്റ്റർ ചെയ്യും. കേസിൽ IPC 467 വകുപ്പ് ഉൾപ്പെടുത്തിയിട്ടുള്ളതുകൊണ്ടാണ് കേസിലെ വിവരങ്ങൾ ആരായുന്നതെന്നായിരുന്നു ED കോടതിയിൽ സമർപ്പിച്ച അപേക്ഷയിൽ പറയുന്നത്. അന്വേഷണം ഏറ്റെടുത്താൽ രാഷ്ട്രീയ നേതൃത്വം ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടികൾക്ക് സാധ്യതയുണ്ടെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. മാത്രമല്ല EDക്ക് രേഖകൾ കിട്ടിയാൽ കേസ് അന്വേഷണം പുതിയ തലങ്ങളിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. ഇത് മുൻകൂട്ടി കണ്ടാണ് സർക്കാർ EDക്ക് തടയിടുന്നത് എന്നതടക്കമുള്ള ഒരു വിലയിരുത്തലുകളും നേരത്തെ ഉണ്ടായിരുന്നതാണ്. ശബരിമല ശ്രീകോവിലെ ദ്വാരപാലക ശില്പങ്ങളെയും കട്ടിളയിലെയും സ്വർണം കവർന്നതിന് 2 കേസുകളാണ് നിലവിലുള്ളത്. ബോർഡ് പ്രസിഡന്റുമാരായിരുന്ന പത്മകുമാറും N വാസുവും അടക്കം 8 പേർ ഇതുവരെ പിടിയിലായിട്ടുണ്ട്. എന്നാൽ രാഷ്ട്രീയ ഭരണ നേതൃത്വത്തിലേക്കടക്കം അന്വേഷണം നീളുന്നില്ല. ED അന്വേഷണം ഏറ്റെടുക്കുന്നതോടെ സ്വർണ്ണക്കൊള്ളയുടെ പൂർണ്ണ ചിത്രവും വ്യക്തമാവുകയാണ്. എന്തായാലും EDയുടെ അന്വേഷണം ഇനി എങ്ങനെയാണ്, അതെങ്ങനെ സർക്കാരിന് തിരിച്ചടിയാകും, ശബരിമല വിഷയത്തിൽ അല്ലെങ്കിൽ ED ഇറങ്ങുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? എന്തൊക്കെ പറഞ്ഞാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേന്ദ്ര ഏജൻസിയാണ്. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം കൂടി ശബരിമലയിലേക്ക് വരുന്നു എന്നത് സർക്കാരിനെ സംബന്ധിച്ച് എന്തുമാത്രം തിരിച്ചടിയായിട്ട് മാറിയിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായത് ശബരിമല സ്വർണ്ണക്കൊള്ളയായിരുന്നു. ED കേസ് ഏറ്റെടുത്ത് ഉന്നതരുടെ പിടികൂടിയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വൻ തിരിച്ചടിയാകുമെന്നാണ് ഇടതുപക്ഷത്തിന്റെ കണക്കുകൂട്ടൽ. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമൊക്കെ CPMന്റെ സെക്രട്ടേറിയറ്റ് യോഗമൊക്കെ ചേർന്നിരുന്നു. മുമ്പെങ്ങും ഇല്ലാത്ത വിധമുള്ള തിരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് കാരണം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള തന്നെയാണെന്ന് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയിരുന്നു. മറിച്ചുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ കണ്ടെത്തൽ തെറ്റാണെന്നും സെക്രട്ടേറിയറ്റ് അഭിപ്രായപ്പെട്ടു. സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ ജില്ലാ കമ്മിറ്റി അംഗം A പത്മകുമാറിനെ പാർട്ടി ചുമക്കുന്നത് എന്തിനാണ്? നടപടി വെച്ച് താമസിപ്പിക്കുന്നതോറും മറുപടി പറഞ്ഞു മടുക്കുമെന്നും അംഗങ്ങൾ വിമർശനം ഉന്നയിച്ചു. N വാസുവിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കിയത് ശരിയായില്ല എന്നും ചിലർ അടക്കം വാദിച്ചു. ശബരിമല പാരഡി ഗാന വിവാദത്തിൽ പരാതി നൽകുന്നതിലും CPMന്റേത് അസാധാരണ നീക്കമാണ് എന്നതടക്കമുള്ള വിമർശനങ്ങൾ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വ്യക്തമാണ്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് എന്തുമാത്രം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ LDFനെ ബാധിച്ചു എന്നത്. അതിനിടയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം കൂടി ഇവിടെ എത്തുന്നത്. ഇനി എന്താണ് സംഭവിക്കുക, കാത്തിരുന്ന് കാണാം. അതേസമയം ഈ കേസിൽ നിർണായകമായി മറ്റൊരു നീക്കമുണ്ടായി. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ജയശ്രീക്ക് താൽക്കാലിക ആശ്വാസം. ജയശ്രീയുടെ അറസ്റ്റ് സുപ്രീം കോടതി താൽക്കാലികമായി തടഞ്ഞു. അടുത്ത മാസം 8, 9 തീയതികളിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഹാജരാകണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചാണ് അപേക്ഷയിൽ തീരുമാനമെടുത്തത്. ഹർജിയിൽ സംസ്ഥാന സർക്കാരിന് കോടതി നോട്ടീസ് അയച്ചു. ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്തായിരുന്നു നടപടി. അറ്റകുറ്റപ്പണികൾക്കായി സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ 2019 ഉത്തരവിറക്കിയെന്നാണ് ജയശ്രീയുടെ പേരിലുള്ള ആരോപണം. കേസിലെ 4ാം പ്രതിയാണ് ജയശ്രീ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.